കൊണ്ട് നെയ്യപ്പം പോലത്തെ ഒരു അപ്പം ഉണ്ടാക്കാം. അതിനെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ്. അത് വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. നമുക്കിനി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇനി 1/2 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലൊരു 100 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉരുക്കി തരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഈ ശർക്കര ഉരുക്കി തരിച്ചിട്ട് ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. നമ്മൾ ഒഴിച്ച വെള്ളം മതിയാവണില്ലെങ്കിൽ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയാത്തത് കേട്ടോ. ഇതാ ഇതേപോലെ അരയ്ക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊരു 15 മിനിറ്റ് ഇവിടെ മൂടി വെയിറ്റ് ചെയ്യാൻ വെക്കാം. അതവിടെ 15 മിനിറ്റ് ഇരിക്കുമ്പോൾ റവയൊക്കെ ഒന്ന് കുതിർന്ന് സെറ്റായി വരും. അപ്പോഴത്തേക്ക് നമുക്ക് ലേശം തേങ്ങ വറുത്തെടുക്കാം. നമുക്കിനി ഇത് കത്തിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി നെയ്യ് ചൂടായിട്ടുണ്ട്. ഈ അരിഞ്ഞു വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് വേകട്ടെ കേട്ടോ. നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. ഇത് നമുക്കിനി കോരിയെടുക്കാം. കിട്ടണില്ലല്ലോ. തേങ്ങ ആയിട്ടുണ്ട്. നമുക്കിനി ഈ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിടാം. നമ്മൾ മാവൊക്കെ സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്കൊന്ന് ചൂടാവട്ടെ. നെയ്യൊക്കെ അതിലുള്ളത് കൊണ്ട് നമ്മൾ പൊരിക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും കേട്ടോ. ഇത് പൊരിക്കുമ്പോൾ ഇങ്ങനെ കുണ്ടുള്ള ചട്ടി വേണം എടുക്കാൻ കേട്ടോ. അപ്പം എന്തുണ്ട് വെച്ചിട്ടാ നമ്മുടെ അപ്പം നല്ല കുണ്ടായിട്ട് നല്ല സൂപ്പറായിട്ട് വരും. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ മാവ് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയാൽ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം ലേശം കട്ടിയായി കണ്ടില്ലേ? ആ റവയൊക്കെ കുതിർന്ന് നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്കിതിലൊരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോവരുത് കേട്ടോ. നമ്മുടെ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി കലക്കിയെടുക്കല ആ പരുവത്തിലാണ് ഈ മാവ് വേണ്ടത്. കണ്ടില്ലേ? വെള്ളം കലങ്ങിയിട്ടില്ല. നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ദാ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് വറുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കരിഞ്ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്താൽ നല്ലൊരു രസം ഉണ്ടാവും കഴിക്കുമ്പോൾ കേട്ടോ. ഒരു മണമും കൂടുതലുണ്ടാവും. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്കിതിൽ 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് കലക്കി ഇളക്കിയെടുക്കാം. ഇതിൽ വെള്ളം പോരായുണ്ട്, നമുക്ക് 1 ടീസ്പൂൺ കൂടി ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം നോക്കി നോക്കി ഒഴിക്കണം, അതില്ലെങ്കിൽ വെള്ളം കൂടി പോകും കേട്ടോ. ഒന്നും വേണ്ട, നമ്മൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ ആ രീതിക്ക് ആ പരുവത്തിലാക്കി എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഈ പരുവത്തിൽ. ഇനി നമുക്കിത് എണ്ണയിൽ വെച്ച് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി അപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മേലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 വശത്തും ഒപ്പം വെന്തോളും. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ബലൂൺ പോലെ പൊന്തി വന്ന് നമ്മുടെ അപ്പം. ചട്ടി നല്ല ചൂടാവണം കേട്ടോ, അപ്പോഴേ ഇങ്ങനെ പൊന്തി വരുള്ളേ. കണ്ടില്ലേ, 2 സൈഡും ഒരേപോലത്തെ കളറായി. ഇനി നമുക്കിത് എടുക്കാം. ഇത് കണ്ട അസൽ നെയ്യപ്പം എന്ന് തന്നെ പറയുള്ളൂ അല്ലേ. ഈ കളറാകുമ്പോൾ എടുക്കാം. കണ്ടില്ലേ, അയ്യവ എന്താ കളറ്, എന്താ രസം കാണാൻ. ഇതേപോലെ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്യപ്പം പോലത്തെ റവ അപ്പം റെഡി ആയിട്ടുണ്ട്. മക്കളെ, ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാവേ. നമുക്കെടുത്ത് പൊട്ടിച്ച് കാണാം. ഏവാ, കണ്ടില്ലേ, അസൽ നെയ്യപ്പം തന്നെ. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇത് വൈകുന്നേരത്തൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ, അവർ ചോദിക്കും അമ്മ പിന്നെ ഉണ്ടാക്കിയതാ, അമ്മ പിന്നെ ഉണ്ടാക്കിയതാന്ന്. അത്രയ്ക്ക് വളരെ ടേസ്റ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെ ഇരിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പൊന്നു മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.